ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് നാളെ സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിൻ്റെ എക്സാം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നതെന്നുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് തന്നെ ചോദിച്ചോളാം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ വന്നിട്ടുള്ള പ്രീവിയസിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു പോർഷൻസൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറവാണ്, 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല എത്രത്തോളം എങ്ങനത്തെ ടൈപ്പാണ് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് പറയുകയാണ്. എന്നൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഇടുന്നവർ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതെ പുതിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ എന്ന് ചില സമയത്ത് അവർക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ തന്നെ അങ്ങ് മാറ്റും. ചില വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോഴും ഇതുപോലെ ഏതൊക്കെയോ വർഷങ്ങളിൽ റിപ്പീറ്റഡ് അല്ലാത്ത നമ്മൾ എഴുതാൻ തീരെ കിട്ടാത്ത ടോപ്പിക്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തരത്തിലായിരിക്കും ഓരോ വർഷത്തിൽ വരുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു 2024 ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 2025 പേപ്പർ കുറച്ച് ടഫ് ആയിക്കോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇട്ടതാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എല്ലാ ഭാഗത്തുകൂടെ ടച്ച് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ ചോദിക്കും എവിടെ ചോദിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ഇതൊരു അസംഷനാണ്. നമ്മൾ ഏകദേശം ഈ ഒരു ടോപ്പിക്സൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ആ ടോപ്പിക്സ് നിന്നായിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമ്മുടെ ഒരു അസംഷനാണ്. അങ്ങനെ തന്നെ ആയിക്കോളും നിർബന്ധമില്ല. കാരണം നമ്മളല്ല ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പാനൽ തീരുമാനിച്ച് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഇടണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ ചില വെറൈറ്റീസ് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കും, അല്ലേ? ഇപ്പോൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും തോന്നുക. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഓക്കെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫാക്കാം. അത് നിങ്ങൾക്ക് 23 ക്വസ്റ്റ്യൻ നോക്കിയാലും മനസ്സിലാവും. 23 ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് മാതിരി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റാണോ എന്ന് അറിയില്ല, നോക്കാം. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എത്രത്തോളം പ്രീവിയസ് ചോദിച്ചിട്ടുണ്ടോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. 2-3 പ്രീവിയസ് മാത്രമേ ഉള്ളൂ എന്ന് ആരോ കമൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല പേഴ്സണലി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, റിപ്പീറ്റഡ് ഇല്ലേന്ന്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നുള്ളതിന് ഉപരിയായിട്ട് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏകദേശം ആ സിലബസ് മൊത്തം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ ഇനി ഈ എക്സാമിൻ്റെ സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ജസ്റ്റ് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ പോർഷനും ജസ്റ്റ് കവർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. ചില ആൾക്കാർക്ക് ഒരു പക്ഷേ ജസ്റ്റ് പാസ്സായാൽ മതി എന്നായിരിക്കും, ചില ആൾക്കാർക്ക് നല്ല മാർക്ക് വേണമെന്നുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് പഠിക്കുക, ഓക്കെ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെയിറ്റേജ് സെൽ ബയോളജിക്കാണ്. ബയോകെമിസ്ട്രിക്ക് വെയിറ്റേജ് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു 5 മാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ. സെൽ ബയോളജിയിൽ നിന്ന് 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ബയോകെമിസ്ട്രിയിൽ നിന്ന് 3-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇനി നമുക്ക് സിലബസിലേക്ക് നോക്കാം. സിലബസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ ഓരോ സെൽ ഓർഗനൽസിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സെൽ ഓർഗനലിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ.
അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈറ്റോകോൺട്രിയൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയൻ എന്തുകൊണ്ടാണ് സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾജി ബോഡിനെ എന്തുകൊണ്ടാണ് സെല്ലിൻ്റെ പാക്കിംഗ് ഹൗസ് എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ. സൂയിസൈഡൽ ബാഗ്സ് എന്ന് റൈബോസോമിനെ പറയുന്നത് എന്തുകൊണ്ടാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ. അപ്പോൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നോട്ട് ചെയ്ത് വെക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ് അവിടെ നിന്ന് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ. ഇനി ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, ആ ഒരു ഭാഗത്തുനിന്ന് തന്നെയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ വരുന്നത്. അത് വരയ്ക്കാനും പഠിക്കുക, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനും പഠിക്കുക. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലൊക്കെ വളരെ എളുപ്പമാണ് പഠിക്കാൻ. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുക, എഴുതാനും പഠിക്കുക. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇനി ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചോദിക്കാറുണ്ട്. പിന്നെ യൂക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ക്രോമസോമിൻ്റെ മോർഫോളജിയും ക്ലാസിഫിക്കേഷനും നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഏതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട് ക്രോമസോമിൻ്റെ മോർഫോളജിക്കൽ വേരിയസ് ക്രോമസോംസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. ക്രോമസോം വരച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്, വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രോമസോം ഇമ്പോർട്ടൻ്റ് ആണ്. പോളിറ്റീൻ ക്രോമസോം, അതുപോലെ തന്നെ ലാംബ്രഷ് ക്രോമസോം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ വരുന്നത് സെൽ ഡിവിഷനാണ്. സെൽ സൈക്കിൾ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് മൈറ്റോസിസും മിയോസിസും. ഇതിൻ്റെ ഓരോ സ്റ്റേജുകൾ, അതായത് പ്രോഫേസ്, അനാഫേസ്, മെറ്റാഫേസ്, ടീലോഫേസ്, ആ ഓരോ ഫേസും ആ ഫേസിൽ വരുന്ന ഡിഫറൻസും എന്തൊക്കെ മാറ്റങ്ങളാണ് സെല്ലിന് വരുന്നത്, എന്തൊക്കെയാണ് ആ സ്റ്റേജിൽ നടക്കുന്നത് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് സിനോപ്ടോമിയ കോംപ്ലക്സ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ G0 ഫേസ്, അല്ലെങ്കിൽ ആ ഫേസ് മാത്രം ചോദിക്കുക. G0 ഫേസ് എന്താണ്, ഗ്യാപ്പ് 1 ഗ്യാപ്പ് 2 എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി ക്രോമസോമൽ അബറേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ സ്ട്രക്ചറൽ അബറേഷൻസ് നമ്മൾ ഫിഗർ വരച്ച് കഴിഞ്ഞ് പഠിക്കും. ഈ ഡിലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ, ഇൻവേർഷൻ, ഇത് പ്രധാനമായിട്ടും ട്രാൻസ്ലൊക്കേഷനൊക്കെയാണ് ഫിഗർ കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. ആ ഡിലീഷനും ഡ്യൂപ്ലിക്കേഷനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇൻവേർഷനും ട്രാൻസ്ലൊക്കേഷനുമാണ് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് പഠിക്കുക. ഓക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ന്യൂമറിക്കൽ അബറേഷനാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് സ്ട്രക്ചറൽ അബറേഷനാണ്. പിന്നെ വരുന്നത് ന്യൂമറിക്കൽ അബറേഷൻസ് ആണ്. അതായത് അന്യൂപ്ലോയിഡി, ഹാപ്ലോയിഡി, പോളിപ്ലോയിഡി, ആ ക്രോമസോം നമ്പറിൽ വരുന്ന ചേഞ്ച്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സെൽ ബയോളജി എന്ന് പറഞ്ഞ പോർഷനിൽ വരുന്നത്. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഒരു സെല്ലിനെ കുറിച്ചിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്, നോക്കി വയ്ക്കുക. ചിലപ്പോൾ ഡൗൺ സിൻഡ്രോം, അങ്ങനെ ആ കിൻഫിൽട്ടർ സിൻഡ്രോം, അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ വരുന്നത് ബയോകെമിസ്ട്രിയാണ്. ബയോകെമിസ്ട്രിയിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചോദിച്ചേക്കാം, കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയിട്ട് ഒരു എസ്സേ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ലിപ്പിഡ്സിനെ പറ്റി ചോദിച്ചേക്കാം, അമിനോ ആസിഡിനെ പറ്റി ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബോണ്ടുകൾ, ഇപ്പോൾ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് എന്താണ്, പെപ്റ്റൈഡ് ബോണ്ട് എന്താണ്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. ഓക്കെ. ഇനി പ്രോട്ടീൻസ്, അമിനോ ആസിഡ്, പ്രോട്ടീൻസ്, നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, നോക്കുക. ന്യൂക്ലിയോടൈഡ്സ്, എല്ലാത്തിനെ കുറിച്ചും പഠിച്ചു വയ്ക്കുക. ഈ ഡീനാച്ചുറേഷൻ, റീനാച്ചുറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നോക്കി വയ്ക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. അതാ. പിന്നെ വരുന്നത് IUPACൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ആ ക്ലാസിഫിക്കേഷൻ, IUPACൻ്റെ എൻസൈം ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എൻസൈമിനെ ക്ലാസിഫൈ ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് അല്ലോസ്റ്റെറിക് എൻസൈം എന്ന് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് കോ എൻസൈം, എന്താണ് ഐസോ എൻസൈം, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്രയാണ് ഉള്ളത്. ബയോകെമിസ്ട്രിയിലൊക്കെ കുറവാണ് അല്ലേ, കുറവാണെന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം കുറച്ച് കനം ഉള്ള ബുക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം,
ഇതിലെ ഓരോ ടേംസും നോക്കി വെക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ട്രൈഅസൈൽഗ്ലിസറോൾ എന്താണെന്ന് ചോദിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ സ്ഫിഗ്നോലിപ്പിഡ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സ്ഫിഞ്ചോലിപ്പിഡ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ട പോലൊരു ഓർമ്മയുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോവുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് തീരെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കുകൾ പറയുകയാണെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാം ഒരുവിധം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പഠിക്കുക, ലിപ്പിഡ്സിനെ കുറിച്ച് പഠിക്കുക, പ്രോട്ടീൻസിനെയും അമിനോ ആസിഡ്സിനെയും എല്ലാത്തിനെയും കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു നോളജ് ഉണ്ടാവണം. നമ്മൾ ബയോകെമിസ്ട്രീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സെൽ ബയോളജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൊളിറ്റീൻ, ക്രോമസോം, ലാംബ്രഷ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്, പിന്നെ യൂക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും തമ്മിലുള്ള ഡിഫറൻസസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബയോകെമിസ്ട്രി, സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിൽ ഉള്ളത്. അപ്പോൾ എല്ലാ പോർഷൻസും കവർ ചെയ്യുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫാണെന്ന് തോന്നി എനിക്ക് കമൻറ്റ് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പഠിക്കുക. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ നമുക്ക് ഒഴിവാക്കാനുള്ള ടോപ്പിക്സ് ഒന്നുമില്ല, ജസ്റ്റ് വായിച്ചെങ്കിലും ഇരിക്കും. അപ്പോൾ ഈ സെൽ ഓർഗനൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ മാക്സിമം പോയാൽ 5 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ മൈറ്റോകോൺട്രിയനെയും ക്ലോറോപ്ലാസ്റ്റിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇപ്പോൾ ഗോൾജി ബോഡീസ് ആയാലും നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എല്ലാ ഭാഗങ്ങളും സെൽ ഓർഗനൽസിൻ്റെയൊക്കെ ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. പിന്നെ ആ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നന്നായിട്ട് നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പോളിറ്റീൻ, ലാംബ്രഷ്, ക്രോമസോം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൈറ്റോസിസ്, മിയോസിസ്, അതിൻ്റെ ഓരോ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്, സിനോട്ടോമിയൽ കോംപ്ലക്സ് എന്താണ്, ആ രീതിയിലുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ക്രോമസോമൽ അബറേഷൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം സ്ട്രക്ചർ അബറേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ന്യൂമറിക്കൽ അബറേഷൻസും അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ ബയോകെമിസ്ട്രി. അതിൽ നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റും ലിപ്പിഡ്സും അമിനോ ആസിഡ്സും പ്രോട്ടീൻസും ന്യൂക്ലിയോട്ടൈഡ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ഇതിലൊക്കെ നമുക്ക് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ കുറേ പോയിൻറ്റ്സൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ബാക്കി പോയിൻറ്റ്സും കൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാം, ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്തെടുക്കുക എല്ലാ പോയിൻറ്റ്സും. ഓക്കെ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചില ടേംസ് മാത്രമായിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ക്ലാസിഫിക്കേഷൻ, എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ നോട്ട് ചെയ്യുക. എൻസൈമിൻ്റെ ടൈപ്പുകൾ, അതായത് ഐസോ എൻസൈം, ഹോളോ എൻസൈം, അല്ലോസ്റ്റെറിക് എൻസൈം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത്, കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ പേപ്പറിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്. ഇപ്പം ഞാൻ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. പക്ഷേ എന്താണ്, നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ ടോപ്പിക്സ് നിന്നാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, അതുപോലെ തന്നെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ഒന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, പ്രോട്ടീൻസ് ഒന്നും കണ്ടിട്ടുണ്ട്. ഓക്കെ, ന്യൂക്ലിയോട്ടൈഡ്സ് ഒന്നും കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നമുക്ക് ഓൾറെഡി പഠിച്ചത് ഓർമ്മ ഉണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കുക ടെക്സ്റ്റ്. ഇപ്പം നിങ്ങളിപ്പോൾ റെഫറൻസിന് എടുക്കുന്നത് ഏത് ബുക്കാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്ന മഞ്ജുഷ പബ്ലിക്കേഷൻ്റെ ബുക്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ ലൈബ്രറി പോകുന്നത്, ഡിഗ്രിക്ക് ലൈബ്രറി പോകുന്നതിൻ്റെ അളവ് കുറവായിരുന്നു. പി ജിക്കാണ് കൂടുതൽ ലൈബ്രറിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ആ ടെക്സ്റ്റിലുള്ള പോയിൻറ്റ്സൊക്കെ നന്നായിട്ട് വായിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ ക്ലാസ് എടുത്തിട്ടുണ്ടാവും, അതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.